മെഗ്നീഷ്യം ടാബ്ലറ്റ് സ്ഥിരമായി കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു മാജിക് മിനറലാണ് മെഗ്നീഷ്യം. ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ജിമ്മിൽ പോയപ്പോൾ തൊട്ട് ഞാനൊരു കാര്യം അറിഞ്ഞു, മഗ്നീഷ്യം കഴിച്ചാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഉറക്കം കിട്ടും, അതുപോലെ സ്ട്രെസ്സ് കുറയും, മസിൽ ബിൽഡ് ചെയ്യും, ഹാർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് മെഗ്നീഷ്യം? ഇതിൻ്റെ റോൾ എന്താണ്? എല്ലാവരും സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ് ഇതിൻ്റെ ഗുണം? എന്താണ് ഇത് കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം? ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെഗ്നീഷ്യം എന്താണെന്നുള്ള ആദ്യം പറയാം. മെഗ്നീഷ്യം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മിനറലാണ്. നമ്മുടെ ശരീരത്തിൽ 300-ലധികം എൻസൈം റിയാക്ഷൻ നടക്കാൻ ഈ ഒരു മിനറൽ സഹായിക്കുന്നു. ശരീരത്തിൽ എനർജി ഉണ്ടാകുന്നു, ഊർജ്ജം ഉണ്ടാക്കാനും, അതുപോലെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ ഒരു ഫംഗ്ഷനും, അതുപോലെ ഞരമ്പുകളുടെ ഫംഗ്ഷന് പോലും മെഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഗ്നീഷ്യം അത്രമാത്രം കുറഞ്ഞാൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മെഗ്നീഷ്യം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ അസ്ഥികളിലാണ്, പിന്നെ പേശികളിലാണ്, പിന്നെയാണ് കോശങ്ങളിലുള്ളത്. അപ്പം രക്തത്തിൽ വളരെ ചെറിയ അളവാണ് കാണുള്ളൂ. അപ്പോൾ നമ്മൾ രക്തം ചെക്ക് ചെയ്ത് നോക്കിയാൽ, മെഗ്നീഷ്യത്തിൻ്റെ ലെവൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ ബ്ലഡ് ടെസ്റ്റ് നോർമൽ ആണെങ്കിലും ചില ആളുകളിൽ നമ്മുടെ ഈ മെഗ്നീഷ്യത്തിൻ്റെ അളവ് കുറവായിരിക്കും. ഓക്കെ, എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? മെഗ്നീഷ്യം ശരീരത്തിൽ ആദ്യം എന്തൊക്കെ സഹായിക്കുന്നു എന്നുള്ളത് പറയാം. മസിലിൻ്റെ ഫംഗ്ഷൻ ഹെൽപ്പ് ചെയ്യും, അതായത് നമ്മുടെ മസിൽ കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഗ്നീഷ്യം നല്ലോണം കുറവായാൽ മസിൽ പിടുത്തം ഉണ്ടാവും, ക്രാംസ് ഉണ്ടാവും, കണ്ണ് ഇങ്ങനെ മിടിപ്പുണ്ടാവാം, കാലിൽ വലിവുണ്ടാവാം, മസിൽ ട്വിച്ചിങ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾക്ക് മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത്. രണ്ടാമതായിട്ട് ഞരമ്പുകൾക്ക് അത് വളരെ നല്ലതാണ്. മെഗ്നീഷ്യം ഞരമ്പുകളെ വളരെ കാമാക്കും. അതുകൊണ്ട് ചില ആളുകൾ മെഗ്നീഷ്യം കഴിക്കുന്ന സമയത്ത് അവർ വളരെയധികം ശാന്തമാവും, ഉറക്കം കൂടുതൽ കിട്ടും, റിലാക്സ് ആവും, അവരുടെ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യും. അതാണ് ജിമ്മിൽ പോകുന്ന ആളുകൾ ഇതെടുത്ത് കഴിക്കുന്നത്. അപ്പോൾ അവർ കുറച്ച് റിലാക്സേഷൻ കിട്ടും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ അവസാനം പറയുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക, കാരണം ഓവർ ഡോസ് പ്രശ്നക്കാരനാണ്. മൂന്നാമതായിട്ട് ഹൃദയത്തിന് അത് ഹെൽത്തിയാണ്. കാരണം ഹാർട്ടിൻ്റെ റിതം നോർമലാക്കണമെങ്കിൽ മെഗ്നീഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. മെഗ്നീഷ്യം വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടും, ഇറഗുലർ ഹാർട്ട് ബീറ്റിലോട്ട് പോവാം. അപ്പോൾ അത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രശ്നമാണ്. പ്രത്യേകിച്ചും ഈ ICU പേഷ്യൻറ്റിലും അതുപോലെ സിവിയർ അസുഖങ്ങളുള്ള ആളുകളിലൊക്കെ മെഗ്നീഷ്യം കുറഞ്ഞ് കാണാറുണ്ട്. ഒരാളുകൾക്ക് നമ്മൾ മെഗ്നീഷ്യം കൊടുക്കാറുണ്ട്. പിന്നെ എല്ലിൻ്റെ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ ഡി ശരിയായി പ്രവർത്തിക്കാനും അതുപോലെ ബോണിൻ്റെ ഹെൽത്തിനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ മെഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി, ഞാൻ പറഞ്ഞല്ലോ, എനർജി ഉണ്ടാക്കാൻ, ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ മെഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ മെഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും ക്ഷീണം ഉണ്ടാവും, തളർച്ച ഉണ്ടാവും, ഒരു കാരണവുമില്ലാതെ തളർന്നിരിക്കുന്ന പോലെയൊക്കെ തോന്നാം. ഓക്കെ, അപ്പോൾ മെഗ്നീഷ്യം ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ മസിൽ ട്വിച്ചിങ് ഉണ്ടാവും, മസിൽ ഇങ്ങനെ കിടന്ന് മിടിപ്പുണ്ടാവും, മസിൽ ക്രാം ഉണ്ടാവും, മസിൽ പിടുത്തം ഉണ്ടാവും, പ്രത്യേകിച്ചും രാത്രി എഴുന്നേറ്റതിന് ശേഷമൊക്കെ പിടിപ്പുണ്ടാവും. പിന്നെ കണ്ണിങ്ങനെ തുടർച്ചയായിട്ട് മിടിച്ചുകൊണ്ടിരിക്കുക, കയ്യിലും കാലിലും തരിപ്പുണ്ടാവുക, ഉറക്കക്കുറവുണ്ടാവുക, ഇറിറ്റേറ്റ് ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ ഒരു മൂഡില്ലാത്ത അവസ്ഥയൊക്കെ വരാം. ഒത്തിരി കുറഞ്ഞാൽ ഫിറ്റ്സ് പോലുള്ള പ്രശ്നവും ഹൃദയത്തിൻ്റെ മിടിപ്പിന് പ്രോബ്ലം ഒക്കെ വരാം. അപ്പോൾ ഇതൊക്കെയാണ് സീരിയസ് പ്രശ്നം. സാധാരണ ആ സീരിയസ് പ്രശ്നമൊക്കെ വരുന്ന വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ആർക്കാണ് ശരിക്കും മെഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉള്ളത്? ഇപ്പം സ്ഥിരമായിട്ട് വയറിളക്കം ഉള്ള ആളുകൾ, അല്ലെങ്കിൽ ചില അസുഖങ്ങൾ കാരണമൊക്കെ എപ്പോഴും വയറിളക്കവും ഛർദിലുള്ള ആളുകളുണ്ടാവും. വളരെ റെയറാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേണം. രണ്ടാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻറ്റ്. പ്രത്യേകിച്ചും പ്രമേഹം കൺട്രോൾ ആയില്ലെങ്കിൽ മെഗ്നീഷ്യം കുറവായിരിക്കും. കാരണം അവർക്ക് ഷുഗർ കൂടുതലാണ്, ഇപ്പോൾ മെഗ്നീഷ്യം കൂടുതൽ യൂസ് ആവും. മൂന്നാമതായിട്ട് മദ്യം കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് മെഗ്നീഷ്യം കുറവായിരിക്കും. അടുത്തതായിട്ട് ചില മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഡയൂറിറ്റിക്സ് അത് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ഉണ്ട്, ആസിഡ് റിഫ്ലക്സ് കുറയ്ക്കാൻ വേണ്ടി പാൻറ്റോപ്രസോൾ പോലുള്ള മരുന്നുകളൊക്കെ സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്കും മെഗ്നീഷ്യം കുറവ് കാണാറുണ്ട്. പിന്നെ വളരെ മോശം ഡയറ്റാണ്, എന്നും പ്രോസസ്ഡ് ഫുഡ്, അതുപോലെ ഈ നട്ട്സും സീഡ്സും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്തവർക്കും മെഗ്നീഷ്യം വളരെയധികം കുറയാം. ഇത്തരം ആളുകൾക്കാണ് സാധാരണഗതിയിൽ വളരെയധികം കുറയുന്നത്. നമ്മൾ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണത്തിലൂടെ ഇത് നല്ലോണം ലഭിക്കും. സാധാരണ കിട്ടുന്നത് ചീരയിലുണ്ട്, പിന്നെ എല്ലാ നട്ട്സിലും ഉണ്ട്, പംകിൻ സീഡിലുണ്ട്, ആൽമണ്ട് അല്ലെ ബദാമിലുണ്ട്, പിന്നെ ബീൻസിലുണ്ട്, അവക്കാഡോയിലുണ്ട്, പിന്നെ പഴങ്ങളിലുണ്ട്, ബനാനയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ ഡാർക്ക് ചോക്ലേറ്റിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അമിതമായി കഴിക്കരുത്, കുറച്ചളവ് മാത്രം കഴിക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ എല്ലാവരും മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ട ആവശ്യമില്ല. അത് തെറ്റിദ്ധാരണയാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർവ് ആവുന്ന വ്യത്യാസമാണ്. നമ്മൾ നല്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ന്യൂട്രിയൻറ്റ് റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലോട്ട് മെഗ്നീഷ്യം വരുന്നത് വ്യത്യാസമാണ്. അതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ എല്ലാവരും മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല. അത് സ്ഥിരമായി കഴിക്കുന്നത് ഓവർ ഡോസിലോട്ടും പോവാം,
അതുപോലെ തന്നെ ഇതിനകത്തെല്ലാം പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ലാതെ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സിൽ ഡിപ്പെൻഡ് ആകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനിയിപ്പോൾ ഡോക്ടർ പറയുവാണ് നിങ്ങൾക്ക് മസിൽ ട്വിച്ചിങ് ഉണ്ടാകുന്നുണ്ട്, മസിൽ ക്രാംസ് ഉണ്ടാകുന്നുണ്ട്, ഇത്തരം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കുക. അപ്പോൾ ദിവസം നമുക്ക് എത്ര മെഗ്നീഷ്യമാണ് വേണ്ടത്? സാധാരണ ഒരു മുതിർന്ന ഒരു വ്യക്തിക്ക് അപ്രോക്സിമേറ്റ് നമുക്ക് വേണ്ടത് ഒരു പുരുഷന്മാരിൽ ഒരു 400 മില്ലിഗ്രാമാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ സ്ത്രീകളിൽ എടുക്കുവാണെങ്കിൽ 300 അല്ലെങ്കിൽ 320 മില്ലിഗ്രാം ഒക്കെയാണ് വേണ്ടത്. ഓക്കെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനാണെങ്കിൽ ഒരു 350 വരെയൊക്കെ നമ്മൾ പറയും. ഇനി ഓരോ ആഹാരത്തിലും എത്ര മെഗ്നീഷ്യം ഉണ്ടെന്ന് പറയാം. അത് നമ്മൾ ആൽമണ്ട് ഉണ്ടല്ലോ, ആൽമണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബദാം ഒരു 30 ഗ്രാം ഒക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ ഒരു 80 മില്ലിഗ്രാമോളം നമ്മൾ മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടും. പംകിൻ സീഡ് ഒരു 30 ഗ്രാം കഴിക്കുകയാണെങ്കിൽ ഒരു 150 മില്ലിഗ്രാമോളം കിട്ടും. പിന്നെ ചീര ഒരു കപ്പ് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ 150 മില്ലിഗ്രാമോളം കിട്ടും. പഴം ബനാന കഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ബനാനയ്ക്കകത്ത് 30 മില്ലിഗ്രാം മെഗ്നീഷ്യം ഉണ്ട്. അപ്പോൾ മെഗ്നീഷ്യത്തിന് ഏറ്റവും നല്ലൊരു സാധനം പംകിൻ സീഡാണ്. ഒരു പിടി പംകിൻ സീഡ് എല്ലാ ദിവസവും കഴിക്കുക. നമുക്ക് പ്രമേഹത്തിന് അത് നല്ലതാണ്. പല അസുഖങ്ങൾക്കും ഒരു ബാരിയറായിട്ട് നിൽക്കാൻ വേണ്ടി ഈ പംകിൻ സീഡ് ഹെൽപ്പ് ചെയ്യും. നമ്മൾ രാവിലെ ഒരു പിടി പംകിൻ സീഡ് കഴിക്കുന്നത് നല്ലതാണ്. എപ്പോഴാണ് ടാബ്ലറ്റ് കഴിക്കേണ്ടത്? നല്ലോണം മദ്യം കഴിക്കുന്ന ആളുകൾ, ഹാർട്ടിൻ്റെ റിതത്തിന് ഇതുപോലെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ മൈഗ്രെയിൻ സ്ഥിരമായിട്ടുണ്ടാകുന്ന ചില ആളുകൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് സ്ഥിരമായിട്ട് ഛർദിൽ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ മെഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, അതുപോലെ സ്ഥിരമായിട്ട് മസിലിന് നല്ല പിടുത്തം ഉണ്ടാകുന്നു, മസിൽ നല്ല കോച്ചി പിടുത്തമൊക്കെ ഉള്ളവർക്ക് നമ്മൾ മെഗ്നീഷ്യം ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. എന്തുകൊണ്ട് ഇത് അമിതമായി കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ്? നമ്മൾ വെറുതെ ഈ സപ്ലിമെൻറ്റ്സ് എടുത്ത് കഴിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു കാര്യം. എക്സസ് ആയിട്ട് മെഗ്നീഷ്യം കഴിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാകും. കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം സിട്രേറ്റ് അല്ലെങ്കിൽ മെഗ്നീഷ്യം ഓക്സൈഡ് കഴിക്കുന്ന ആളുകൾക്ക് വയറിളക്കം ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ വയറിൽ ക്രാംസ് ഉണ്ടാവാറുണ്ട്, വേദന ഉണ്ടാവാറുണ്ട്, ഛർദിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതാണ് കോമൺ ആയിട്ടുള്ള ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഉള്ള സൈഡ് എഫക്റ്റ്. അപ്പോൾ സ്ഥിരമായിട്ടൊരു ലൈഫ് ടൈം സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കഴിക്കുവാണെങ്കിൽ ലോങ് ടൈം പ്രോബ്ലംസും ഉണ്ടാക്കാം. സ്റ്റോണുകൾ ഉണ്ടാക്കാം, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാക്കാം, സോഡിയം പൊട്ടാസ്യം ഇംബാലൻസ് ഉണ്ടാക്കാം, ബ്ലഡ് പ്രഷർ കുറയ്ക്കാം. ഇത് കാരണം തന്നെ ക്ഷീണമൊക്കെ ഉണ്ടാകും. മെഗ്നീഷ്യം പലതരത്തിലുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ പലരും പല പേരുകളും പറയുന്നുണ്ട്, അതുകൊണ്ട് പല ആളുകളും കൺഫ്യൂസ്ഡ് ആണ്. മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ശരിക്കും ഒന്ന് റിലാക്സ് ആകാനും ഉറക്കം കൂടുതൽ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് സ്റ്റൊമക്ക് അപ്സെറ്റ് വളരെ കുറവാണ്. മെഗ്നീഷ്യം സിട്രേറ്റ് എന്നുള്ള ടാബ്ലറ്റ് ഉണ്ട്. ഇത് ശരിക്കും മലബന്ധം റിലീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ലൂസ് മോഷൻ കുറച്ചുണ്ടാവും, ഓക്കെ, അതാണ് സിട്രേറ്റ്. മെഗ്നീഷ്യം ഓക്സൈഡ് എന്നുള്ള ടാബ്ലറ്റ് ഉണ്ട്. ഇതാണ് ഏറ്റവും വില കുറഞ്ഞ ഒരു ടാബ്ലറ്റ്. പക്ഷേ ഇത് അബ്സോർഷൻ വളരെ കുറവാണ്. ഇത് ഡയറിയ ഉണ്ടാക്കുന്നൊരു, അതായത് ലൂസ് മോഷൻ ഉണ്ടാക്കുന്നൊരു പ്രോബ്ലമാണ്. അപ്പം ഉറക്കം കിട്ടാനായിട്ട് മിക്ക ആളുകളും കഴിക്കുന്നത് ഗ്ലൈസിനേറ്റ് 400 മില്ലിഗ്രാമാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ആഹാരത്തിലൂടെ തന്നെ നമുക്ക് മെഗ്നീഷ്യം ലഭിക്കും. ഇപ്പോൾ സ്ട്രെസ്സിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, ഉറക്കത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, അതുപോലെ തന്നെ ഒരു മാജിക് ക്യൂറോ ഡയബറ്റിക്കിനെ ക്യൂർ ചെയ്യുന്ന ഒരു സാധനമൊന്നുമല്ല. പക്ഷേ ദിവസവും നമ്മൾ ഒരു പിടി പംകിൻ സീഡ് കഴിക്കുന്നത് നല്ലതാണ്. മോശമായിട്ടുള്ള ആഹാരങ്ങൾ, ജങ്ക് ഫുഡ്സുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മെഗ്നീഷ്യം ടാബ്ലറ്റ് കഴിക്കുമ്പോൾ തൈറോയ്ഡ് ടാബ്ലറ്റ്, ചില ആൻറ്റിബയോട്ടിക്കുകളൊന്നും ശരീരത്തിലോട്ട് അബ്സോർവ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറോട് പറയുക, നിങ്ങൾ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ആൻറ്റിബയോട്ടിക് എഴുതുന്നതിന് മുമ്പോ, അയണിൻ്റെ ടാബ്ലറ്റ് എഴുതുന്നതിന് മുമ്പോ, അല്ലെങ്കിൽ തൈറോയ്ഡ് ടാബ്ലറ്റ് എഴുതുന്നതിന് മുമ്പോ ഒക്കെ ഡോക്ടറോട് പറയുക ഞാൻ മെഗ്നീഷ്യം ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെന്ന് പറയുക. കാരണം അത് ഇതും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അത് പ്രശ്നമാവും. ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ട് നമ്മൾ ആവശ്യമില്ലാതെ മെഗ്നീഷ്യം സ്ഥിരമായി കഴിക്കേണ്ട ആവശ്യമില്ല. ആഹാരത്തിലൂടെ എങ്ങനെ ലഭിക്കാമെന്നുള്ള ഞാൻ പറഞ്ഞു. ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം പംകിൻ സീഡ് കഴിക്കുക എന്നുള്ളതാണ്. ദിവസവും അത് ആഡ് ചെയ്യുക. ഞാനിത് അറിഞ്ഞതിന് ശേഷം സ്ഥിരമായി കഴിക്കാൻ നമ്മൾ ശ്രമിക്കാറുള്ളൊരു കാര്യമാണ് പംകിൻ സീഡ്. പിന്നെ ചീരത്തോരൻ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ചീരത്തോരനും ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു. ഇനി മെഗ്നീഷ്യത്തിനെ കുറിച്ച് ഒരു ഡൗട്ടും വേണ്ട. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.